ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് കഴിഞ്ഞ 2 ക്ലാസ്സുകൾ, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ, ഇതിൻ്റെ രണ്ടിനും കൂടെ റിസൾട്ടാണ് ബജറ്റ് എന്ന് പറയും. ബജറ്റ് കേരള PSCക്ക് വേണ്ടിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ബജറ്റ്. കൂടുതൽ മാർക്കുകൾ ചോദിക്കുന്ന ഒരു ഏരിയ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ബജറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു മാസ്റ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാസ്റ്റർ ഫൈനാൻഷ്യൽ പ്ലാനാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ. അതിനെയാണ് നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഈ ബജറ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് തന്നെ ഉണ്ടായത് ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. അതിൻ്റെ പേര് ബാഗറ്റ് എന്നാണ്. അതാണ് പിന്നീട് ബജറ്റായിട്ട് അറിയപ്പെടുന്നത്. ബജറ്റ് ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു ലെതർ ബാഗ്. ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ലെതർ ബാഗിൻ്റെ അകത്തിലാണ് അതിൻ്റെ ബില്ലുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് അതിനെ ബജറ്റ് എന്ന് വിളിക്കുന്നത്. ഓർത്തിരുന്നോണം. ഇത് 1733 ഫസ്റ്റ് യൂസ്ഡ് ഇൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അവിടെയാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് എസ്റ്റിമേറ്റ്സ് ആൻറ്റിസിപ്പേറ്റഡ് റവന്യൂ ആൻഡ് പ്രൊപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ കമ്മിങ് ഇയർ. അതായത് തൊട്ടടുത്ത വർഷം മീൻസ് 1 ഇയർ എന്നാണ്. ഒരു ബജറ്റ് വർഷം എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ്. ആ 1 ഇയറിലെ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്സ്, അതായത് ആൻറ്റിസിപ്പേറ്റഡ് റവന്യൂ, അതുപോലെ തന്നെ പ്രൊപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ. ഒരു വർഷത്തിൽ നമ്മൾ പരമാവധി എത്രമാത്രം റവന്യൂ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിൻ്റെ ബേസിൽ എത്രമാത്രം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു എസ്റ്റിമേഷനാണ്. അത് 1 ഇയറാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബജറ്റ് ഇയർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏപ്രിൽ 1 to 31 മാർച്ചാണ്. ഏപ്രിൽ 1 തുടങ്ങി 31 മാർച്ചിൽ അവസാനിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ, ആ ഒരു ഇയറിനെയാണ് നമ്മൾ ബജറ്റ് ഇയർ എന്ന് പറയും. ബജറ്റ് ഇയർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ സാധാരണ ബജറ്റ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ബജറ്റ്, അതുപോലെ തന്നെ പ്രസൻറ്റ്, അതുപോലെ കമ്മിങ് ഇയർ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരും. അതായത് ഇപ്പോൾ അവതരിപ്പിക്കുന്ന ബജറ്റിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ ബാലൻസ് കാണും, വരാൻ പോകുന്നതിൻ്റെ കാര്യങ്ങൾ കാണും. ഇതെല്ലാം കൂടെ ചേർന്നാണ് സാധാരണഗതിയിൽ ബജറ്റിൻ്റെ അകത്തിലുള്ളത്. ഇനി 2 ടൈപ്സ് ഓഫ് ബജറ്റ് ഉണ്ട്. ബാലൻസ്ഡ് ബജറ്റ്, അതുപോലെ അൺബാലൻസ്ഡ് ബജറ്റ്. ബാലൻസ് ബജറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഈക്വൽസ് എക്സ്പെൻഡിച്ചർ. അതൊന്നും സാധാരണ സംഭവിക്കാറില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ റവന്യൂ, അവൻ്റെ എക്സ്പെൻഡിച്ചർ, ഇത് 2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ബജറ്റ്. ഇനിയും സാധാരണയുള്ള ഇതാണ് അൺബാലൻസ്ഡ് ബജറ്റാണ്. അൺബാലൻസ്ഡ് ബജറ്റ് തന്നെ 2 ടൈപ്പിലുണ്ട്. സർപ്ലസ് ബജറ്റ്, ഡെഫിസിറ്റ് ബജറ്റ്. സർപ്ലസ് എന്ന് പറയുമ്പോൾ റവന്യൂ ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചറാണ്. സ്പെൻഡിങ്ങിനേക്കാൾ കൂടുതൽ റവന്യൂ കിട്ടിയാൽ അതാണ് സർപ്ലസ് ബജറ്റ്. അങ്ങനെയൊക്കെയുള്ള രാജ്യത്ത് നല്ലതാണ്. അവർക്ക് കൂടുതൽ മാക്രോ എക്കണോമിക് ഗ്രോത്തിലേക്ക് ആ എക്സസ് മണി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഭാഗ്യത്തിനോ ഭാഗ്യദോഷത്തിനോ നമുക്കതൊന്നുമില്ല. നമ്മുടേത് ഇതാണ് ഡെഫിസിറ്റ് ബജറ്റാണ്. ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ലെസ് ദാൻ എക്സ്പെൻഡിച്ചറാണ്. നമ്മുടെ റവന്യൂ എപ്പോഴും എക്സ്പെൻഡിച്ചറിനേക്കാൾ കുറവാണ്. നമുക്ക് ചിലവാണ് കൂടുതൽ. അതുകൊണ്ട് എപ്പോഴും കമ്മി ധനകാര്യം ഡെഫിസിറ്റ് ബജറ്റാണ് നമുക്കുള്ളത്, അല്ലെ ഫിസ്ക്കൽ ഡെഫിസിറ്റാണ് നമുക്ക് ഉള്ളത്. പിന്നെ നമുക്കറിയാം, ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇത് അവതരിപ്പിക്കുന്ന, പ്രസൻറ്റ് ചെയ്യുന്ന ഫൈനാൻസ് മിനിസ്റ്ററാണ്, പാർലമെൻറ്റിലാണ്. അപ്പോൾ ഓർത്ത്, പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും വലിയ പവറുള്ള ബോഡിയാണ്. അതായത് ഒരു സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് പാർലമെൻറ്റാണ്. ആ പാർലമെൻറ്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ ഇപ്പം നിർമ്മല സീതാരാമൻ, അവരാണ് ഈ ബജറ്റ് പാർലമെൻറ്റിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ അപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് പാർലമെൻറ്റിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് സ്റ്റേറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ അതാത് ലെജിസ്ലേച്ചറിൽ, അതായത് അതാത് സഭകളിൽ, നിയമസഭകളിലാണ് അവതരിപ്പിക്കുന്നതെന്ന് ഓർത്തോണം. പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് ബജറ്റ് ഇൻക്ലൂഡിങ് റെയിൽവേക്കുള്ള ബജറ്റൂടെ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജനറൽ ബജറ്റിൻ്റെ അകത്തിലുണ്ട്. എന്ന് പറയാൻ കാരണം, പണ്ട് റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ആയിരുന്നു. റെയിൽവേ മിനിസ്റ്റർ, ഈ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ ജനറൽ ബജറ്റ് വരുന്നതിന് മുമ്പ് റെയിൽവേ മിനിസ്റ്റർ അവതരിപ്പിക്കുമായിരുന്നു റെയിൽവേക്ക് മാത്രമായിട്ടുള്ള ഒരു ബജറ്റ്. എന്നാൽ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോഴത്തെ മോഡി ഗവൺമെൻറ് വന്നു
കഴിഞ്ഞ് പിന്നെ അതെല്ലാം മാറി ഇപ്പോൾ റെയിൽവേ ബജറ്റും പൊതു ബജറ്റിനോടൊപ്പമാണ്, ജനറൽ ബജറ്റിനോടൊപ്പമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാലാവധി ആ ഒരു വർഷം ഓർത്തിരുന്നോണം, April 1 to 31 മാർച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ ബജറ്റിൻ്റെ അകത്തിൽ റിസോഴ്സ് ട്രാൻസ്ഫർ ഉണ്ട്. കാരണം എക്സസ് റിസോഴ്സ് ഉള്ള സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ റിസോഴ്സ് കുറവുള്ള സ്റ്റേറ്റ് ഉണ്ട്. ഇതിൽ നിന്നെല്ലാം സമാഹരിച്ചിട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് ആവശ്യമനുസരിച്ച് സ്റ്റേറ്റിനും യൂണിയൻ ടെറിട്ടറിക്കും ഒക്കെ തന്നെ റിസോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഈ റിസോഴ്സ് ട്രാൻസ്ഫറിനെ പറ്റി മാത്രം, ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ഓഫീസറുണ്ട്, ഓഫീസും ഒരു ഓഫീസറും ഉണ്ട്. ഫൈനാൻസ് കമ്മീഷൻ എന്നാണ് പറയുന്നത്, ഫൈനാൻസ് കമ്മീഷൻ. അതായത് അയാളാണ് റെക്കമെൻഡേഷൻസ് ഉള്ള ഈ റിസോഴ്സ് ട്രാൻസ്ഫറിന് വേണ്ട റെക്കമെൻഡേഷൻസ് ഓരോ സ്റ്റേറ്റിന്, യൂണിയൻ ടെറിട്ടറിക്കൊക്കെ എത്രമാത്രം തുകകൾ കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ തീരുമാനിക്കുന്ന അയാളാണ് ഫൈനാൻസ് കമ്മീഷനാണ്. ഈ ഫൈനാൻസ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡൻ്റാണെന്നും ഓർത്തിരുന്നോണം. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ ഈ ബജറ്റ് പ്രസൻറ്റേഷൻ അല്ലെ ബജറ്റിൻ്റെ പ്രോസസ്സ് 3 എണ്ണമാണ്. ആദ്യം പ്രിപ്പറേഷന്, പിന്നെ പ്രസൻറ്റേഷന്, പിന്നെ എക്സിക്യൂഷന്, 3 രീതിയിലാണ്. അപ്പോൾ പ്രസൻറ്റേഷനാണ് ആദ്യം നടക്കുന്നത്. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പ്രസൻറ്റേഷനിലെ പ്രിപ്പറേഷനാണ് ആദ്യം നടക്കുന്നത്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തേക്കുള്ളത്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അതിൽ സെൻട്രൽ ഫൈനാൻസ് മിനിസ്റ്ററുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുണ്ട്, മിനിസ്റ്റേഴ്സുണ്ട്, അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ഇപ്പോഴത്തെ നീതി ആയോഗ്, പിന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്, അതുപോലെ തന്നെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇവരെല്ലാമായിട്ട് ചേർന്നാണ് കാരണം ഇന്ത്യ പോലുള്ള രാജ്യത്ത് വളരെ വിശാലമായ ബജറ്റാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയിരുന്ന് ആലോചിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കുന്നത്. പിന്നെ ഈ ബജറ്റിൽ പ്രധാനമായിട്ട് 2 എണ്ണം കൂടെ വീണ്ടും നമുക്ക് പറയാം. അതായത് റവന്യൂ ബജറ്റുണ്ട്, അതുപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് ബജറ്റ് ഉണ്ട്. റവന്യൂ ബജറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് റവന്യൂ, എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ ഉള്ളതാണ്. ഗവൺമെൻറ് റവന്യൂ, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം കൂടെ ഉള്ളതാണ് റവന്യൂ ബജറ്റ് എന്ന് പറയും. പിന്നെ ഇത് കൂടാതെ തന്നെ രണ്ടാമത് ക്യാപിറ്റൽ ബജറ്റ്. അപ്പോൾ റവന്യൂ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ്, അത് രണ്ടും ഒന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ റവന്യൂ ബജറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് റവന്യൂ, എക്സ്പെൻഡിച്ചർ എല്ലാം ഇതിൻ്റെ അതിൽ പറയും. ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പിന്നെ ഈ എക്കണോമിക് ആക്ടിവിറ്റീസിന് നമുക്ക് നമ്മുടെ ഫണ്ടുകൾ തികയാതെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇന്ത്യൻ ആൻഡ് എക്സ്റ്റേണൽ ബോറോയിങ് അല്ലെങ്കിൽ ലോണുകളൊക്കെ എടുക്കും. ആ ലോണുകൾ, അതിൻ്റെ റീപേയ്മെൻറ്റ്, അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ബജറ്റാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. അങ്ങനെ 2 ബജറ്റ് ഉണ്ടെന്ന് ഓർത്തിരുന്നോണം. റവന്യൂ ബജറ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റ് അല്ലെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്യാപിറ്റൽ ബജറ്റ്, റവന്യൂ ബജറ്റ്. പിന്നെ ഇതിൻ്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ കൊണ്ടുവന്ന ബില്ലുകളെല്ലാം തന്നെ, അതായത് ബജറ്റുകളെല്ലാം തന്നെ, അതിൻ്റെ ഡിസ്കഷൻസ്, പിന്നെ വോട്ടിംഗ് ഫോർ ഗ്രാൻസ്, ഓരോ സ്റ്റേറ്റിന് കൊടുക്കുന്ന ഗ്രാൻറ്റിൻ്റെ പുറത്തുള്ള വോട്ടിങ്, പിന്നെ ഫൈനാൻഷ്യൽ ബിൽസ് എന്ന് പറയുമ്പോൾ റവന്യൂ കളക്ഷൻസ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫൈനാൻസ് മിനിസ്റ്റർ ഈ ബില്ല് അല്ലെങ്കിൽ ബജറ്റ് ആദ്യം ഫസ്റ്റിൽ ലോക്സഭയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെ പാസ്സാക്കി കഴിഞ്ഞിട്ട് അത് രാജ്യസഭയിൽ പ്രസൻറ്റ് ചെയ്യും രണ്ടാമത്. ഫൈനലി അത് പിന്നെ പ്രസിഡൻറ്റിൻ്റെ കൺസെൻറ്റിന് വേണ്ടി അയച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം ലോക്സഭയിൽ പാസ്സാക്കും, പിന്നെ രാജ്യസഭയിൽ പാസ്സാക്കും, ഫൈനലി കൺസെൻറ്റ് ഓഫ് പ്രസിഡൻറ്റിൻ്റെ ഇടയിൽ ചെല്ലും. പ്രസിഡൻറ്റ് അനുമതിക്ക് പോകും, പ്രസിഡൻറ്റ് അത് ഓക്കെ ആക്കി കൊടുക്കും. അങ്ങനെയാണ് അത് പാസ്സാകുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ ആണെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് വർക്കിംഗ് ഡേയിലായിരുന്നു നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. മോഡി ഗവൺമെൻറ് വന്നപ്പോഴത്തേന് അത് മാറി, ഫസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരി, അത് ഓർത്തിരുന്നോണം. നേരത്തെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരിയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഫസ്റ്റ് വർക്കിംഗ് ഡേ, ഫെബ്രുവരിയുടെ ഫസ്റ്റ് വർക്കിംഗ് ഡേയിലാണിത് അവതരിപ്പിക്കുന്നത്. ഇനി ഇത് നടപ്പാക്കലാണ് 3ാമത്തത്, എക്സിക്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇത് നടപ്പാക്കുകയാണ്. അതായത് റവന്യൂ കളക്ഷൻസ്, എക്സ്പെൻഡിച്ചർ, പ്രോപ്പർ ഫണ്ടുകൾ, ധാരാളം തരത്തിലുള്ള ഫണ്ടുകൾ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രാൻസ്, ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന 3ാമത്തെ വിങ്ങാണ് എക്സിക്യൂഷൻ എന്ന് പറയും. 3ാമത്തെ പ്രോസസ്സാണ്. പിന്നെ അതുപോലെ ഈ ഫണ്ടിൻ്റെ പിന്നെ ഈ ബില്ലുകളൊക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഫൈനാൻഷ്യൽ ബില്ലുകൾ അല്ലെ വേരിയസ് കൈൻഡ്സ് ഓഫ് ഫണ്ട്സുകൾ, ഇതിൻ്റെയൊക്കെ എസ്റ്റിമേഷൻ കമ്മിറ്റികളുണ്ട്. അതിനുകൊണ്ട് ധാരാളം കമ്മിറ്റികൾ, എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം അവസാനമായിട്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഓഡിറ്റ് നടത്തുന്നതിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കുണ്ട്. അതിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ, കംട്രോളർ ആൻഡ്
കംട്രോളർ, COMP ഓർത്തിരുന്നു, കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ എന്ന് പറയും. അപ്പോൾ അദ്ദേഹമാണ് ആ ഹെഡാണ്, അതായത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഹെഡാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ എന്ന് പറയും. പുള്ളിക്കാരനാണ് ഫൈനലി ബില്ലുകൾ അല്ലെങ്കിൽ ഫണ്ടുകൾ, ഏതെല്ലാം തരത്തിലുള്ള ഫണ്ടുകൾ, ഈ കാര്യങ്ങളെല്ലാം വിശാലമായിട്ട് പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം കൂടെ ഓർത്തിടണം, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഈ മുമ്പേ പറഞ്ഞ ഫൈനാൻസ് കമ്മീഷനെയും ഈ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻറ്റ് തന്നെയാണെന്നും ഓർത്തിരുന്നോണം. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഇവിടെ ബജറ്റിൻ്റെ കാര്യത്തിൽ പിന്നെ 2-3 ബജറ്റുകളുണ്ട്. ഒന്ന് ഡെഫിസിറ്റ് ഫൈനാൻസ്, പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒന്ന് ഡെഫിസിറ്റ് ഫൈനാൻസ് ആണ്. അതൊന്ന് ഓർത്തോണം, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെഫിസിറ്റ് ഫൈനാൻസ്. ഈ ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ, അതായത് മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ, ഡെഫിസിറ്റ് ഫൈനാൻസ് വരുമ്പോൾ റവന്യൂ കുറവും അതുപോലെ എക്സ്പെൻഡിച്ചർ കൂടുതലുമാണ്. അപ്പോൾ അത് ലീഡ്സ് മോർ എക്കണോമിക് ക്രൈസിസ്, ബോറോയിങ് റിസൾട്ട്സ് എക്സെട്ര. അതായത് നമ്മുടെ ഡെഫിസിറ്റ് ഫൈനാൻസിൻ്റെ കുഴപ്പമാണത്. നമുക്ക് റവന്യൂ കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലുമായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്രൈസിസ്, ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് നമുക്കുണ്ടാകും. പിന്നെ അത് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ലാർജ് സ്കെയിൽ ബോറോയിങ് വേണ്ടി വരും. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ, പേര് പോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂ, റവന്യൂവിനേക്കാൾ കൂടുതലാണ് എക്സ്പെൻഡിച്ചർ, ഇപ്പം നമ്മൾ പറഞ്ഞു. പിന്നെ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന പെർസെൻറ്റേജ് ഓഫ് GDP-യുടെ പെർസെൻറ്റേജിലാണിത് അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഉണ്ട്. ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് ആണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റെസിപ്റ്റ്, അതായത് റവന്യൂ മൈനസ് ചെയ്യുക. അതിൻ്റെ അതിൽ പബ്ലിക് ബോറോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർന്നാണ് ബഡ്ജറ്ററി ഡെഫിസിറ്റ്. ഇതെല്ലാം ഓരോ പോയിന്റുകൾ പ്രത്യേകം ഓർത്തിട്ടാണ്. എന്നാൽ ഇതേ മീനിങ് വരുന്ന വേറെണ്ണം കൂടെ ഉണ്ട്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇത് തന്നെയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് ആണ്, പക്ഷേ എക്സ്ക്ലൂഡിങ് പബ്ലിക് ബോറോയിങ്. അതായത് ഈ ബഡ്ജറ്ററി ഡെഫിസിറ്റിൻ്റെ അതിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ടോട്ടൽ റെസിപ്റ്റ് മൈനസ് ചെയ്തും അതിൻ്റെ അകത്തിൽ പബ്ലിക് ബോറോയിങ്ങും ഉണ്ട് എന്ന് ഓർത്തോണം. നേരെ മറിച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ അകത്തിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് ആണ്, പക്ഷേ അതിൻ്റെ അകത്തിൽ പബ്ലിക് ബോറോയിങ് ഇല്ല. അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം, അതൊന്ന് ഓർത്തിരുന്നോണം. പിന്നെ അത്രയേ ഉള്ളൂ ബജറ്റിനെ പറ്റി. പിന്നെ 1-2 എക്സ്ട്രാ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ജെൻഡർ ബജറ്റ്, ഇപ്പോൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ബജറ്റ് ജെൻഡറാണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ ബെനിഫിറ്റ് ടു ബോത്ത് മെൻ ആൻഡ് വിമൻ എന്ന ഒരു ആൺപെൺ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, അതായത് ഇന്നീക്വാളിറ്റി ഒഴിവാക്കി എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കത്തക്ക രീതിയിൽ പാസ്സാക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ബജറ്റിനെ വിളിക്കുന്ന പേരാണ് ജെൻഡർ ബജറ്റ് എന്ന് പറയും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. റീസെൻ്റ് ഒറിജിൻ ZBB, സീറോ ബേസ്ഡ് ബജറ്റിംഗ് ഒരു റീസെൻ്റ് ഒറിജിനാണ്. അത് 1924 ഇംഗ്ലണ്ടിലാണ് അത് ആദ്യമായിട്ട് വരുന്നത്. ഹിൽട്ടൺ യങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ഈ പ്രീവിയസ് ബജറ്റിലെ കാര്യങ്ങളുണ്ട്, പ്രസൻറ്റ് കാര്യങ്ങളുണ്ട്, ഫ്യൂച്ചർ കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ ഉണ്ട്. എന്നാൽ ZBBക്കകത്തിൽ പ്രസൻറ്റ് കാര്യം മാത്രമേ ഉള്ളൂ. എവരി ഇയർ പ്രസൻറ്റ് കറണ്ട് ഇയറായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ അത് പ്രീവിയസും ഇല്ല, അതുപോലെ തന്നെ കമ്മിങ് ഇയറും ഇല്ല. അപ്പോൾ പ്രസൻറ്റ്, അതാണ് സീറോ എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഒരു വർഷത്തിൻ്റെ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ആ വർഷത്തിൻ്റെ അവസാനം തന്നെ ഫിനിഷ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഏതെല്ലാം മേഖലയിലാണ് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് അല്ലെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണ്ടത്, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പരിപാടികൾ ഏതൊക്കെ, അതുവേണ്ടി അത് ഒരു വർഷത്തിൻ്റെ ആദ്യം തുടങ്ങി അവസാനം തന്നെ തീർത്ത് വെക്കുന്ന രീതിയിലുള്ള ബജറ്റിനെയാണ് നമ്മൾ സീറോ ബേസ്. അപ്പോൾ അത് വലിയ ലാഭമാണ്, വളരെ നന്നായിട്ടുള്ളൊരു, കാരണം ഒറ്റ വർഷം ഒരു ഫ്രഷ്, എവരി ഇയർ ഫ്രഷ് ഇയറാണ്. അതിൽ പ്രീവിയസും ഫൈനലും ഒന്നുമില്ല, ഫ്രഷ് ഇയറാണ്. അപ്പോൾ ആ വർഷം തന്നെ തുടങ്ങി ആ വർഷം തന്നെ പൂർത്തിയാക്കുന്ന അത്യാവശ്യമായിട്ടുള്ള കുറേ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമുള്ള ബജറ്റാണ് ഈ സീറോ ബേസ്ഡ് ബജറ്റ് എന്ന് പറയും. അത് 1977 US അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് ആദ്യം വന്നത്, US അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. എന്നാൽ പിന്നീട് 1977 ആയപ്പോൾ, അതായത് US വർഷം ഒന്ന് ശ്രദ്ധിച്ചോണം, US അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്, US അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം. അത് വിജയകരമാണെന്ന് കണ്ടപ്പോൾ അവർ 1977 US മൊത്തം തന്നെ ഈ ബജറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതായത് സീറോ ബേസ്ഡ് ബജറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫാദർ, അതുകൂടെ വേണമെന്ന് ഓർത്തിരുന്നു, പീറ്റർ ഫിർ എന്ന് പറയും, PHYRR, പീറ്റർ ഫിർ, അയാളാണ് ഇതിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ 86,
87-ൽ നമ്മളും ഇത് സ്റ്റാർട്ട് ചെയ്തു. ഈ ZBB എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു 1986-87. അത് അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്ററും പിന്നീട് നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായിരുന്ന VP സിംഗ് ആണ്, വിശ്വനാഥ് പ്രതാപ് സിംഗ്. അദ്ദേഹമാണിത് കൊണ്ടുവന്നത്, അത് ഓർത്തിരുന്നോണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അതിലെ മെയിൻ ഒരു ഉദ്ദേശം ഇതേ ഉള്ളൂ, ഓരോ വർഷം ഫ്രഷ് ഇയറായിട്ട് കണക്കാക്കുക, എന്നിട്ട് ആ ഫ്രഷ് ഇയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേസ്റ്റ്ഫുള്ളായിട്ടുള്ള എക്സ്പെൻഡിച്ചറൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു പദ്ധതി സത്യത്തിൽ അമേരിക്കയിൽ കൊണ്ടുവന്നത് അന്ന് ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന പ്രസിഡൻ്റായിരുന്നു, അമേരിക്കയിലെ ജിമ്മി കാർട്ടർ. അപ്പോൾ അത് ഇവിടെയും ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയാണ് ZBB അത്ര ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇവിടുത്തെ ഓപ്പോസിറ്റ് ആൾക്കാരും, അതായത് പ്രതിപക്ഷങ്ങളും ബാക്കിയുള്ളവരൊക്കെ ഇതിനെ, യൂണിയൻ ലീഡേഴ്സും അതുപോലുള്ള ആൾക്കാരൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട്. അവർ പറയുന്നത് നേരത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ബജറ്റ് മതി, ഇത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ZBB അത്ര വിജയകരമായിട്ട് പോകുന്നില്ല. അപ്പോൾ ഒരു ബജറ്റിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം PSCക്ക് ചോദിക്കാവുന്ന രീതിയിൽ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചേക്കുന്നത്. ഓക്കെ.